ചുരുങ്ങിയ ചെലവിൽ ഒന്ന് കാട് കണ്ടു വന്നാലോ? നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറ വഴി നമ്മൾ വാൽപ്പാറയിലേക്ക് ഒരു യാത്ര നടത്തി, അതും ബസ്സിൽ. നമ്മുടെ സ്വന്തം ചീനിക്കാസ് എന്ന പ്രൈവറ്റ് ബസ്സിലാണ് നമ്മൾ പോയത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ, കാടിൻ്റെ ഭംഗി ആസ്വദിച്ച കാഴ്ചകൾ, അതുപോലെ തന്നെ മൃഗങ്ങളെ കണ്ടുകൊണ്ടുള്ള ഒരു വലിയൊരു യാത്രയായിരുന്നു ഈ ഒരു യാത്ര കേട്ടോ. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ വണ്ടികളിലൂടെ നമ്മൾ യാത്ര ചെയ്തു. അതുപോലെ തന്നെ ഷോളയാറിൻ്റെ ഭംഗിയും നമുക്ക് ആസ്വദിക്കാൻ പറ്റി. അതുപോലെ തന്നെ നമുക്ക് തമിഴ്നാടിൻ്റെ ഫുഡും, അതുപോലെ തമിഴ് ബസ്സിലും നമ്മൾ ഇന്ന് യാത്ര ചെയ്തു. അപ്പോൾ ആ യാത്രയിലൂടെ, അതായത് ചാലക്കുടിയിൽ നിന്നും നമ്മൾ വാൽപ്പാറ വരെ എത്തിയുള്ള ആ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. സമയം രാവിലെ 4:48. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ചാലക്കുടിക്ക് പോകുന്നു. ചാലക്കുടിയിൽ നിന്ന് നമുക്ക് 2 ബസ്സാണ് ശരിക്കുള്ളത്. ഒന്ന് പ്രൈവറ്റ് ബസ്സും അതുപോലെ തന്നെ മറ്റൊന്ന് KSRTCയും. നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇത്ര രാവിലെ തന്നെ പോകുന്നത്. 6:45 നമുക്ക് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് വരുന്നത്. അപ്പോൾ അതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര നേരത്തെ പോകുന്നത്. അപ്പോൾ നമ്മൾ 3 പേരാണ് ഈ ഒരു യാത്ര തിരഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ 3 പേർക്കും കൂടി വന്ന ടിക്കറ്റ് റേറ്റ് 135 രൂപയാണ്. അതായത് തൃശ്ശൂരിൽ നിന്നും ചാലക്കുടി വരെയുള്ള ടിക്കറ്റ് റേറ്റ് ആണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ ചാലക്കുടി പ്രൈവറ്റ് സ്റ്റാൻഡിലെത്തി. പക്ഷേ നമ്മൾ ഇത്ര നേരത്തെ തന്നെ എത്തേണ്ട ആ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ നേരത്തെ തന്നെ വന്ന് നിന്നു. കാരണം വല്ല ഫുഡെല്ലാം കഴിച്ചിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അത്രയും സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അത്ര നേരത്തെ വന്നത്. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ചെറുതായിട്ട് ഫുഡ് കഴിച്ചു. കാരണം നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് കുറവാണ്. കാരണം ചെറിയൊരു ബഡ്ജറ്റിലാണ് നമ്മൾ ഈ യാത്രകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ ഫുഡും കഴിച്ച് നമ്മൾ നേരെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് നമ്മുടെ ചീനിക്കാസ്, നമ്മുടെ പ്രൈവറ്റ് മേഖലയിലെ ഏറ്റവും വമ്പന്മാരെന്ന് അറിയപ്പെടുന്ന ചീനിക്കാസിൻ്റെ ബസ് വന്നത്. നമ്മൾ ഉടനടി തന്നെ അതിൽ കൈ കാണിച്ച് കയറി. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന 2 പേര് ഉടനെ പോയി സീറ്റ് പിടിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഇഷ്ടം പോലെ സീറ്റ് ആ ബസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ കയറിയിരിക്കേണ്ട ആവശ്യമില്ല, ഇഷ്ടം പോലെ സീറ്റ് ആ ബസ്സിൽ കിട്ടും. അതുപോലെ തന്നെ ചീനിക്കാസ് എന്ന് പറയുന്ന ഒരു ബസ് സർവീസ് നമ്മുടെ KSRTCക്ക് പോലും കിടപിടിക്കാൻ പറ്റാത്ത റൂട്ട് സ്വന്തമാക്കിയ ഒരു മുതലാണ് ഈ കിടക്കുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ചാലക്കുടിയിൽ നിന്നും തമിഴ്നാട്ടിലെ വാൽപ്പാറ വരെ റൂട്ട് പിടിക്കണമെങ്കിൽ അതൊരു 1.5 കഴിവ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബസ്സിലെ യാത്ര ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ബസ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും നമ്മൾ സംസാരിച്ചു. ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ചീനിക്കാസിൻ്റെ ഒരുപാട് ബസ്സുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ബസ്സിലേക്ക് പ്രവേശിച്ചിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് 6:45 ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ വാൽപ്പാറ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കൃത്യം 6:45 ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്ത ബസ് അങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല, പോണ വഴിക്ക് ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം. അതായത് ഈ ബസ് ഇന്ന് മലക്കപ്പാറ വരെ മാത്രമാണ് യാത്ര ചെയ്യുന്നത്. അതിനൊരു കാരണമുണ്ട്. മലക്കപ്പാറയിൽ ഒരു പാലം തകർന്ന് കിടക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് ബസ് മലക്കപ്പാറ വരെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് വാൽപ്പാറയ്ക്ക് തമിഴ്നാട് ബസ് കിട്ടും. അപ്പോൾ നമുക്ക് ചെക്ക് പോസ്റ്റ് വരെ പോയിട്ട് അടുത്ത ബസ്സിൽ യാത്ര ചെയ്യാം. അപ്പോൾ അത് ഇവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മുടെ സഞ്ചാരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ അതിരപ്പള്ളി ഒക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അതിരപ്പള്ളിയൊന്നും നമ്മൾ ചെന്ന സമയത്ത് തുറന്നിട്ടുണ്ടായിരുന്നില്ല, തുറന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതിരപ്പള്ളിയിൽ ഇറങ്ങുന്നവർക്ക് ഇറങ്ങാം. പക്ഷേ നമ്മുടെ യാത്ര വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിരപ്പള്ളിയിലൊന്നും ഇറങ്ങില്ല. നമ്മുടെ ലക്ഷ്യം വാൽപ്പാറ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ അതിരപ്പള്ളിയൊക്കെ കടന്നങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിരപ്പള്ളി കടന്നാൽ പിന്നെ ആ ഒരു മനോഹരമായിട്ടുള്ള റോഡിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് ബസ്സായാലും നമുക്ക് മുന്നിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം സ്ത്രീകളുടെ സീറ്റ് ആയ കാരണം കൊണ്ട് നമുക്ക് ബാക്കിൽ ഇരിക്കാൻ പറ്റില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ പോയിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ മനോഹരമായ യാത്ര കണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ചാർപ്പ വെള്ളച്ചാട്ടവും നമുക്ക് കാണാൻ പറ്റും. പുതിയ പാലമൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ചാർപ്പ വെള്ളച്ചാട്ടവും കഴിഞ്ഞ് നമ്മളിങ്ങനെ തിരിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കണം. ഇനി പോകുന്നത് നമ്മുടെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലേക്കാണ്. വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ബസ്സിൽ പോകുന്നവർക്ക്, പ്രൈവറ്റ്
ബസ്സും KSRTC ഒന്നും വലിയ ചെക്കിങ് കാര്യങ്ങളും ഉണ്ടാവില്ല, കാരണം സ്ഥിരം റൂട്ടുള്ള കാരണം കൊണ്ട്. അല്ലാതെ പ്രൈവറ്റ് വാഹനങ്ങളിൽ പോകുന്നവർ അവിടെ നിർത്തി ഡീറ്റെയിൽ കൊടുക്കണം, അവരൊരു ടൈം തരും, ആ ടൈമിനുള്ളിൽ നമ്മൾ അപ്പുറത്തെ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അവർ പോകുന്ന വഴിക്കുള്ള ഫോറസ്റ്റ് ഓഫീസുകളിലേക്കുള്ള പത്രങ്ങളും മറ്റു സാധനങ്ങളൊക്കെയാണ് ഈ ബസ്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പോണ വഴിക്ക് ഈ ബസ്സിലെ ജീവനക്കാർ അവിടെ കൊടുത്തോളും. അങ്ങനെ ചെക്ക് പോസ്റ്റിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബസ് പതുക്കെ ചെക്ക് പോസ്റ്റ്, വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കടന്ന് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം അങ്ങനെ കാടിലൂടെയുള്ള യാത്രയാണ്. ഏകദേശം 4-5 മണിക്കൂറോളം നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ്. എന്നാൽ കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ നമ്മുടെ ചീനിക്കാസ് ഒന്ന് ഒതുക്കി തന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കാനും ഒന്ന് ഫ്രഷ് ആവാനും വേണ്ടിയിട്ടാണ് വണ്ടി നിർത്തിയത്. ഫ്രഷ് ആവാൻ നമുക്ക് ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ നല്ല ചായക്കടകളുണ്ട്, 2-3 ഉണ്ട്. അപ്പോൾ ഏതിൽ വേണമെങ്കിലും നമുക്ക് പോയി കഴിക്കാം. നമ്മളെന്തായാലും രാവിലെ അവിടെ നിന്ന് കഴിച്ച കാരണം കൊണ്ട് ചെറുതായിട്ട് ഒരു ചായയും ഒരു ഉഴുന്നോടെയും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിർത്തിയത്. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ചിലവ് ചുരുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ നിന്നിട്ട് നമ്മൾ ഒരു ചായയും ഒരു ഉഴുന്നോടെയും ഞങ്ങൾ 3 ആളും വാങ്ങിച്ച് കഴിച്ചു. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ നമ്മൾ വാഴച്ചാൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളും ഞാൻ ചെറുതായിട്ടൊന്ന് പകർത്തി. അതിനുശേഷം കുറച്ച് നേരം അങ്ങോട്ടൊക്കെ നടന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റോളം, 15 മിനിറ്റിൽ കൂടുതലുള്ള എടുത്തു കേട്ടോ. എന്തായാലും നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ വാഴച്ചാൽ കഴിഞ്ഞിട്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചീനിക്കാസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലക്കപ്പാറ യാത്ര ഈ ഒരു കാലാവസ്ഥയിൽ എന്തായാലും അതിമനോഹരമാവും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര ഇങ്ങനെ ആസ്വദിച്ച് പോകുമ്പോൾ നിങ്ങൾ കൂടെ പോരെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ യാത്ര സക്സസ് ആയതിനുള്ള തെളിവാണ്. നമ്മൾ ഒരു കൂട്ടം ആനകളെ കണ്ടു. അത് വളരെയധികം നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. കാരണം നമ്മുടെ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതായിരുന്നു നമ്മുടെ മുന്നിൽ ആനക്കൂട്ടങ്ങൾ വരുന്നുള്ളത്. അങ്ങനെ അത് സക്സസ് ആയി മക്കളെ. അപ്പോൾ എന്തായാലും നമുക്ക് ഏറ്റവും അധികം ഹാപ്പി ആയിട്ട് തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ. ഒരു കൂട്ടം ആനകൾ. നമ്മുടെ ബസ് മുന്നോട്ട് കുറച്ച് പോയെങ്കിലും നമ്മുടെ ഡ്രൈവർ ബ്രോ, ചിനിക്കാസിൻ്റെ ഡ്രൈവർ ബ്രോ ഒന്ന് വണ്ടി ബാക്ക് എടുത്ത് തന്ന് നമുക്കിത് കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് ബാക്ക് എടുത്ത് തന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആനകളെ മുകൾ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു കാഴ്ച കാണുമ്പോൾ നമ്മൾ ആരെ ഹാപ്പി ആവാത്തത്. കാരണം വെച്ചാൽ കാടിനുള്ളിൽ നമ്മുടെ ആനക്കൂട്ടങ്ങളെയൊക്കെ കണ്ട് നമുക്ക് ഒരു ആനക്കുട്ടിയാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മളപ്പം തന്നെ ബസ് എടുത്ത് പോയി. കാരണം ഒരുപാട് നേരം നിർത്താൻ പാടില്ല, അത് അവരെ ശല്യപ്പെടുത്തുന്ന പോലെ ഇരിക്കും. അപ്പോൾ അതിന് നമ്മുടെ ഡ്രൈവർ ചേട്ടനൊരു ബിഗ് സല്യൂട്ട്. കാരണം അവർക്കറിയാം ഈ റൂട്ടിൽ പോകുമ്പോൾ എന്തൊക്കെ നിയമങ്ങളാണ് പാലിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തി തന്നു, അപ്പം തന്നെ നമ്മൾ വണ്ടിയെടുത്ത് യാത്ര ആരംഭിച്ചു. അപ്പോൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഇതുള്ള കേട്ടോ. കുറച്ചും കൂടെ പോകുമ്പോൾ നമുക്കൊരു ബ്രേക്ക് കിട്ടാനും അതുപോലെ തന്നെ ഷോളയാറിൻ്റെ ഡാമിൻ്റെ ഭംഗി ആസ്വദിക്കാനും വേണ്ടിയിട്ട് ബസ് കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം ഒന്ന് നിർത്തി തരും. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ പുല്ലിൻ്റെ ഇടയ്ക്ക് വല്ലാണ്ട് പോരുത്, കാരണം നമ്മൾ അട്ട കടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഈ കാണുന്നത് നമ്മുടെ ഷോളയാർ ഡാമിൻ്റെ അതിമനോഹരമായിട്ടുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അതിനുശേഷം കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഏകദേശം ഒരു 4-4.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ മലക്കപ്പാറയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയും അതുപോലെ കോടമഞ്ഞുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ മലക്കപ്പാറയിൽ എത്തിക്കഴിഞ്ഞു. ശരി, അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ചീനിക്കാസിനോട് ടാറ്റയും പറഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ്, അതായത് തമിഴ്നാട് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ ബസ് ഇല്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഡാമിൻ്റെ അടുത്ത് ഷോളയാർ ഡാമിൻ്റെ അവിടം വരെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ബസ് വാൽപ്പാറയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ്. കാരണം നമുക്ക് സമയം കളയാനില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഇവിടെ നിന്നും വാൽപ്പാറയിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തണം. അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് പൊള്ളാച്ചി എത്തണം.
പൊള്ളാച്ചിയിൽ നേരെ തൃശ്ശൂർ എത്തണം. അതാണ് നമ്മുടെ 1 ഡേ നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മലക്കപ്പാറ വരാൻ ഒരാൾക്ക് 110 രൂപയാണ് നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് ചാർജ് വന്നത്. ഇവിടെ നിന്ന് ഓട്ടോയ്ക്ക് നമ്മൾ പോകുന്നത് 100 രൂപയാണ് ഡാം വരെ. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ബസ്സിൻ്റെ ചാർജ് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ അതവിടെ ചെന്നിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം. അങ്ങനെ നമ്മുടെ യാത്ര തമിഴ്നാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മളിതാ മലക്കപ്പാറയിൽ നിന്നും ഓട്ടോയിലേക്ക് നമ്മുടെ ബസ് കിട്ടുന്ന അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചെറിയ രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആസ്വദിച്ചു കൊണ്ട് ഓരോ കാഴ്ചകൾ, ഓരോ നാട്ടിലും ഓരോ കാഴ്ചകളും നമ്മൾ കണ്ടു വേണമല്ലോ പോകാൻ. അപ്പോൾ ഓരോ കാഴ്ചകളും ആസ്വദിച്ചു കൊണ്ടുള്ള യാത്രയാണ്. പോയി നമ്മൾ അവിടെ എത്തിയപ്പോൾ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ ഷോളയാർ ഡാം. ഷോളയാർ ഡാമിൻ്റെ ആ ഒരു കാഴ്ച നമുക്ക് ആ ബസ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ബസ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കയറാനുള്ള തിരക്കിലായിരുന്നു. കാരണം നമുക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടിയാലും നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് വിചാരിച്ചു നമ്മൾ ഓടി തന്നെ പോയിട്ട് ഫ്രണ്ട് സീറ്റ് ചോദിക്കാനായിട്ട് പോയി. എന്നാൽ നമുക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റിൽ ലേഡീസ് സീറ്റാണ്. എന്നാൽ നമ്മൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഫ്രണ്ട് സീറ്റിലിരുന്നോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വളരെ സൗഹൃദപരമായിട്ട് പെരുമാറുന്ന ഡ്രൈവറും കണ്ടക്ടറുമാണ് ഈ ഒരു ബസ്സിലുണ്ടായിരുന്നത് കേട്ടോ. അവർ കുറേ കാര്യങ്ങളും നമ്മളോട് ചോദിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ തന്നെ ഹാപ്പി ആയിപ്പോയി. കാരണം ഈ ഒരു ട്രിപ്പ് നമുക്ക് വളരെയധികം ഹാപ്പിയായി തോന്നിയ നിമിഷങ്ങളായിരുന്നു അവരിങ്ങോട്ട് പെരുമാറിയപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര അങ്ങനെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് നമ്മുടെ ഷോളയാർ ഡാമിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയാണ്. ഡാമിൻ്റെ മുകളിൽ കൂടിയാണ് ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റൂട്ടോ. നിങ്ങൾ ക്യാമറയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഈ ഡാമിൻ്റെ മോൾ ഭാഗത്തോട്ട്. ഒരുപാട് കേരള സ്റ്റേറ്റ് വണ്ടികളും തമിഴ്നാട് സ്റ്റേറ്റ് വണ്ടികളൊക്കെ ഒരുപാട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ വാൽപ്പാറ എത്തി അവിടുന്ന് പൊള്ളാച്ചിക്കാണ് പോകുന്നത്. അപ്പോൾ വാൽപ്പാറ വരെയുള്ള വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വിഷ്വലാണ്. അതുപോലെ തന്നെ ഈ ഡ്രൈവർമാർ സമ്മതിക്കണം കേട്ടോ. ഈ ഹെയർ പിൻ വളവുകളൊക്കെ ഇത്ര ഗംഭീരമായിട്ട് ഓടിക്കണമെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് തന്നെ വേണം. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ യാത്രയ്ക്ക് അതായത് മലക്കപ്പാറയിൽ നിന്നും നമുക്ക് വാൽപ്പാറ വരെ ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. അപ്പോൾ അത് വളരെയധികം കുറവായിട്ട് നമുക്ക് തോന്നി. കാരണം അതൊരു ലാഭമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പിന് ഇങ്ങനെയുള്ള റേറ്റൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഷോളയാർ ഡാമിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഭംഗിയാണ് കേട്ടോ ഈ യാത്രയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ തമിഴ്നാടിൻ്റെ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ നമ്മൾ മലക്കപ്പാറയിൽ നിന്നും വാൽപ്പാറയിലുള്ള യാത്രയിലാണ് കേട്ടോ. അതിഗംഭീരമായിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഈ വഴിക്ക് വരുമ്പോൾ ഉള്ളത്. നിങ്ങൾ ബൈക്കിലും മറ്റു വാഹനങ്ങളിലും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. നമ്മൾ ബസ്സിലായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ട് പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് സൈഡുമുള്ള കാഴ്ചകൾ വളരെയധികം ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. രണ്ട് സൈഡും തേയിലത്തോട്ടം, അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ബസ് യാത്ര എന്ന് പറയുന്നത് വളരെയധികം ഭംഗിയുള്ളൊരു യാത്ര തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പോൾ ഈ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു ട്രിപ്പിൽ നമ്മുടെ സ്വന്തം വാഹനം കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ മലക്കപ്പാറ യാത്ര നമ്മളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ മഴ പെയ്തിട്ടുണ്ട്. മഴയും അതുപോലെ തന്നെ നല്ല കോടയാണ് കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ബസ് യാത്ര ഒരു രക്ഷയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആസ്വദിച്ചുകൊണ്ട് ആ ഒരു മഴയും ഈ ഒരു യാത്ര ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ബസ് യാത്ര നേരെ പോകുന്നത് വാൽപ്പാറയിലേക്കാണ്. 1 മണിക്കൂറിന് ശേഷം നമ്മൾ വാൽപ്പാറയിൽ എത്തിയിട്ടുണ്ട്. വാൽപ്പാറയിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രഷായി ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാൽപ്പാറ സെൻറ്ററിൽ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ശരിക്കും ഇനി പൊള്ളാച്ചിക്കാണ് യാത്ര തുടരേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ വാൽപ്പാറയിൽ ഇറങ്ങിയതിന് ശേഷം ഫുഡ് കഴിച്ച് ഫ്രഷായിട്ട് നമ്മൾ പൊള്ളാച്ചിക്ക് യാത്ര തിരിക്കും. അപ്പോൾ നമ്മൾ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം ഒന്നൊരു കടയിൽ അന്വേഷിക്കാൻ വേണ്ടി പോവാണ്. അതൊന്ന് അന്വേഷിച്ചിട്ട് നല്ല ഫുഡ് കിട്ടുന്ന ഒരു കട തപ്പി പിടിച്ചിട്ട് നമുക്ക് നേരെ ഫുഡ് അടി തുടങ്ങാം. അതാണ് മെയിൻ സംഭവം. നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ ഒതുങ്ങുന്ന ആ ഒരു ഫുഡ് നമുക്ക് കഴിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഇവിടെ സാധാ ഊണ് അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഈ ഒരു ട്രിപ്പ് വല്ലപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നമ്മൾ പൈസ ചിലവാക്കൽ മടി കാണിക്കരുത്. അപ്പോൾ എന്തായാലും നമ്മൾ 3 ആളും ഓരോ ചിക്കൻ ബിരിയാണി കഴിച്ചു. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന അനുസരിച്ചിട്ടാണ് നമുക്ക് തിരിച്ച് വീട്ടിലെത്തണം. അപ്പോൾ അതിനനുസരിച്ചുള്ള പൈസ
കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചിക്കൻ ബിരിയാണിയാണ് നമുക്ക് കിട്ടിയത്. 2 മുട്ട ഉണ്ടായിരുന്നു അതിൽ, അതും വളരെയധികം ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര സന്തോഷകരമായിട്ടുള്ള യാത്ര എന്നുള്ളതിന് നമ്മളിപ്പോൾ വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ബിരിയാണിയും കഴിച്ച് നമ്മളെ യാത്ര മലക്കപ്പാറയും കഴിഞ്ഞ് വാൽപ്പാറ എത്തി. വാൽപ്പാറയിൽ നിന്ന് നമ്മൾ പൊള്ളാച്ചിക്ക് പോകാൻ വേണ്ടി റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.